ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു രസക്കൂട്ടായിട്ടാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ രസമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് അനൂസിൻ്റെ രസക്കൂട്ട് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കുരുമുളക് പൊടി, പിന്നെ ജീരകം, മല്ലിച്ചീര, പിന്നെ സവാള, പിന്നെ തക്കാളി, പിന്നെ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത പുളി. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസ് നമ്മൾ വേവിച്ചെടുക്കാൻ പോലെയാണ്. ആദ്യം നമുക്ക് കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കടുകിടാം. കടുകും ഉലുവയും ഇടാം. ഇനി ആവശ്യത്തിന് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. സവാള മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഇതിൽ ഉപ്പിടുന്നില്ല, കാരണം ഇതിൽ ഓൾറെഡി അനൂസിൻ്റെ രസക്കൂട്ടിൽ തന്നെ ഉപ്പുണ്ട്. അപ്പം അത് കാരണം ഉപ്പിടുന്നില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ആവശ്യത്തിന് നമുക്ക് ജീരകം ഇടാം. നല്ല ജീരകം ഒന്ന് വഴറ്റാം. പിന്നെ ആവശ്യത്തിന് നമുക്ക് കുരുമുളക് പൊടി ഇടാം. നമുക്ക് ഈ സ്പെഷ്യലായിട്ടുള്ള വെളുത്തുള്ളിയുടെ അനൂസിൻ്റെ രസക്കൂട്ടിടാം. മല്ലിച്ചീര നമുക്ക് ഇടാം. പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. ആവശ്യമനുസരിച്ച് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം. തിളച്ച് വരുമ്പോഴത്തേക്കും രസം റെഡി. അങ്ങനെ നമ്മുടെ രസം റെഡി. ഇനി ചോറിലൊഴിച്ച് നമുക്ക് ടേസ്റ്റ് നോക്കാം.